അസ്സലാമു അലൈക്കും. നമ്മൾ ബാക്കി ഭാഗം നമ്മൾ എടുക്കാൻ പോവാണ്. അതായത് ഒരുപാട് ശ്രമിച്ചിട്ടും തളരാതെ തന്നെ കുറുക്കൻ വീണ്ടും ശ്രമിക്കുകയാണ്. അതാണ് അവൻ ചിന്തിച്ചു, ഒരിക്കലും എന്താവരുത്, മനോധൈര്യം നഷ്ടപ്പെടരുതെന്ന് പറഞ്ഞു. പിന്നെ അവൻ അപ്നെ ജിസ്മെ, തൻ്റെ ശരീരത്തിൽ ഫുർത്തി പൈതാക്കി, അതായത് ഊർജം സംഭരിച്ചു, അതായത് ഒന്നുകൂടെ ഉഷാറായി ചാടാൻ തീരുമാനിച്ചു. ഓർ ലഗാതാർ, അങ്ങനെ തുടരെ ഈ ചലാങ്കെ ലഗായെ, അങ്ങനെ തുടരെ ഒരുപാട് കുതിച്ചു ചാടി. മഗർ പക്ഷേ അങ്കോറോ തക് നെ പഹുഞ്ച് സക്കി, പക്ഷേ എത്ര ചാടിയിട്ടും മുന്തിരിയുടെ അടുത്ത് വരെ എത്തിച്ചേരാൻ സാധിച്ചില്ല. അതായത് എത്ര ചാടിച്ചു മുന്തിരിയുടെ അടുത്തെത്താൻ അവന് സാധിച്ചില്ല. ഓർ ബുരി തൊറഹ് തക് ഗൈ, അങ്ങനെ മോശമായ രീതിയിൽ അവൻ എന്തായി, ക്ഷീണിച്ചു. ആഖിർക്കാർ അവസാനം നിഠാൽ ഹോക്കർ, അവൻ ക്ഷീണിച്ചിട്ട് ബാഗ്സെ, തോട്ടത്തിൽ നിന്നും ബാഹർ ജാനേലേക്ക്, പുറത്തേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ അവന് കിട്ടിയില്ല. നിങ്ങൾ പറഞ്ഞല്ലോ എത്ര ശ്രമിച്ചിട്ടും അവന് കിട്ടിയില്ല. അങ്ങനെ ജാത്തെ അങ്ങനെ പോയി, അതായത് പുറത്തേക്ക് ഇങ്ങനെ പോയി അവൻ അങ്കോറോക്കോ, അതായത് മുന്തിരിയെ മുട്ട്കർ, മുന്തിരിയുടെ അടുത്തേക്ക് തിരിഞ്ഞിട്ട്, മുട്ട്നാറിനെ തിരിയുക, അങ്ങനെ തിരിഞ്ഞിട്ട് ദേക്കാൻ നോക്കി. ഇത്തിനി ദേർമേ, ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത്, ഇത്തിനി ദേർമേ, ഈ സമയത്തിൽ, ഇത്ര സമയത്തിൽ, ഏക്ക് ദൂസരി ലോംഡി, മറ്റൊരു ലോംഡി, ആര്, കുറുക്കൻ ആകെ വന്നു. ഓർ കഹ്നെ ലഗി, എന്നിട്ട് പറയാൻ തുടങ്ങി, ബഹൻ, സഹോദരി, ക്യൂ ചൽദേ, എന്തേ ഇങ്ങനെ പോകുന്നേ, ക്യൂ ചൽദേ, എന്തേ പോകുന്നത്, അങ്കോർ നഹി മിലേ, മുന്തിരി കിട്ടിയില്ലേ. അപ്പോൾ ലോംഡി, അതായത് മറ്റോ ചോദിച്ചപ്പോൾ കുറേ നേരമായല്ലോ ഇങ്ങനെ തോട്ടത്തിൽ ഇങ്ങനെ ചാടി കളിക്കുന്നത്, മുന്തിരി കിട്ടിയില്ലേ. അപ്പോൾ ലോംഡീനെ കഹ, അവൻ പറഞ്ഞു, നഹി, ഇല്ല, കിട്ടിയില്ല. അങ്കോർ തോ ബഹുത് ഹെ, മുന്തിരിയാണെങ്കിൽ കുറേയൊക്കെ ഉണ്ട്, പക്ഷേ കട്ടേ ഹെ, ആ മുന്തിരിയൊക്കെ ഭയങ്കര കയ്പ്പാണ്, കണ്ടോ, എത്ര നോക്കിയിട്ട് കിട്ടാത്ത മുന്തിരി പൊളിച്ച കണ്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. അപ്പോൾ എല്ലാവരും ശരിക്കും പോലെ അർത്ഥം വെക്കുക. ആകെ കുറച്ച് ടൈമേ ക്ലാസ് എടുത്തിട്ടുള്ളൂ. ശരിക്കും നോക്കുക. അസ്സലാമു അലൈക്കും.